ഞാൻ യഹോവയുടെ ഉച്ചത്തിൽ നിലവിളിക്കുന്നു. ഞാൻ യഹോവയുടെ ഉച്ചത്തിൽ നിലവിളിക്കുന്നു. അവൻ തന്റെ വിശുദ്ധ പർവ്വതത്തിൽ നിന്ന് അവൻ തന്റെ വിശുദ്ധ പർവ്വതത്തിൽ നിന്നും ഉത്തരം അരുളുകയും ചെയ്യുന്നു. അപ്പോൾ യഹോവയോട് ഉച്ചത്തിൽ നിലവിളിച്ചാൽ തന്റെ വിശുദ്ധ പർവ്വതത്തിൽ നിന്ന് ഉത്തരമല്ലോ. അപ്പം സങ്കീർത്തനക്കാരിവിടെ പറയാണ്, ഞാൻ യഹോവയോട് ഉച്ചത്തിൽ നിലവിളിക്കുന്നു, ദൈവം തന്റെ വിശുദ്ധ പർവ്വതത്തിൽ നിന്ന് ഉത്തരമല്ലോ എന്ന്. അങ്ങനെയാണെങ്കിൽ ആ സ്വർഗത്തിൽ നിന്ന് ഉത്തരം തരുന്ന ദൈവമാണ്. ഞാൻ സങ്കീർത്തനക്കാരൻ 121 പറയുന്നത്, ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന്? എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ യഹോവയെങ്കിൽ നിന്ന് വരുന്നു. അപ്പൊ സഹായം അരുളുന്ന യഹോവ, സഹായം സ്വർഗത്തിൽ നിന്നാണ് വരാനുള്ളത്. ആ സ്വർഗത്തിലേക്ക് നോക്കി നമ്മുടെ കണ്ണുകളെ ഉയർത്തി നാം ഉച്ചത്തിൽ നിലവിളിച്ചാൽ തീർച്ചയായിട്ടും നമ്മുടെ പ്രാർത്ഥനകൾ ഒന്ന് നമ്മെ ഒച്ചത്തിൽ അല്ലല്ലോ എന്ന് വിളിച്ചുകൊണ്ട് അകത്തിരിക്കുന്ന ബന്ധനങ്ങൾ താനങ്ങ് പോകും. നമ്മുടെ ശരീരത്തിൽ അകത്ത് എന്തെങ്കിലും ബന്ധനം ഉണ്ടെങ്കിൽ താനെ അതങ്ങോട്ട് അതിന് നമ്മുടെ അടുത്ത് നിൽക്കാൻ പറ്റത്തില്ല. നമ്മുടെ ഈ ശബ്ദത്തിൻ്റെ ധ്വനി, ദൈവശബ്ദത്തിൻ്റെ ആ ഇപ്പം നിങ്ങൾ ആർക്കെങ്കിലും ശരീരത്തിന് ക്ഷീണമുള്ളവരുണ്ടോ? ഉണ്ടാ? ഉണ്ട്. നിങ്ങളെ ഒച്ചത്തിൽ ശക്തിക്കും ബലത്തിന് യോഗ്യൻ കർത്താവായ യേശു ക്രിസ്തു എന്ന് 10-25 പ്രാവശ്യം പറഞ്ഞു നോക്ക്. ഓട്ടോമാറ്റിക് നിങ്ങളുടെ ശരീരത്തിന് ബലം വരും. ഞാൻ എൻ്റെ ഹോസ്പിറ്റൽ മിനിസ്ട്രിയിലൊക്കെ അങ്ങനെ, എൻ്റെ സുവിശേഷ പ്രവർത്തനത്തിലൊക്കെ അങ്ങനെ ഉപയോഗിക്കാറുണ്ട്. പറയിപ്പിക്കും, താനെ ശക്തി വന്നുകൊണ്ടിരിക്കും. നമ്മൾ പറയാണ്, ശക്തിക്കും ബലത്തിന് യോഗ്യൻ കർത്താവായ യേശു ക്രിസ്തു, ശക്തിക്കും ബലത്തിന് യോഗ്യൻ കർത്താവായ യേശു ക്രിസ്തു. അപ്പൊ നമ്മുടെ ഈ പറയുന്ന നമ്മുടെ അകത്ത് തന്നെ എന്ത് വരും? ബലം വരും, ശക്തി വരും. പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ ഒച്ചത്തിൽ ദൈവത്തോട് നിലവിളിച്ചു നോക്കൂ, ദൈവം അത്ഭുതങ്ങൾ ചെയ്യും, അതിശയം പ്രവൃത്തിയുടെ. സങ്കീർത്തനക്കാരെ ഇവിടെ പറയുകയാണ്, ഞാൻ യഹോവയുടെ ഉച്ചത്തിൽ നിലവിളിക്കുന്നു, അവൻ യഹോവ തന്റെ വിശുദ്ധ പർവ്വതത്തിൽ നിന്ന് ഉത്തരം അരുളുകയും ചെയ്തു. പറഞ്ഞു കേട്ടോ. അപ്പൊ ഉത്തരം സ്വർഗത്തിൽ നിന്ന് വരും. നാം ഉച്ചത്തിൽ നിലവിളിച്ചാൽ, നാം ഉച്ചത്തിൽ ദൈവത്തോട് നിലവിളിച്ചാൽ തീർച്ചയായിട്ടും സ്വർഗത്തിലെ ദൈവം നമുക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിപ്പാൻ ശക്തനാണ്. യോശുവയുടെ പുസ്തകം 6:16 വായിച്ചേ. യോശുവയുടെ പുസ്തകം 6:16. പട്ടണത്തെ 7 പ്രാവശ്യം ചുറ്റി 7-ാം പ്രാവശ്യം പുരോഹിതന്മാർ കാഹളം ഊതിയപ്പോൾ യോശുവ ജനത്തോട് പറഞ്ഞതെന്നാൽ, ആർപ്പിടുവിൻ, യഹോവ പട്ടണം നിങ്ങൾക്ക് തന്നിരിക്കുന്നു. നോക്ക്, ആർപ്പിട്ടപ്പോൾ പട്ടണം അവർക്ക് ലഭിച്ചു. പട്ടണം മുതൽ ഇടിഞ്ഞു വീണു. ഈ ദൈവശക്തിയുടെ മുമ്പിൽ ജനം തൻ്റെ ഭക്തന്മാർ ആർപ്പെട്ടപ്പോൾ എന്ത് ചെയ്തു? പട്ടണം ഇവർക്ക് ലഭിച്ചു. എരിഹോ മതിൽ തകർന്നു. ആ പട്ടണത്തെ പിടിപ്പാൻ ഇടവന്നു. അപ്പൊ ശത്രുവിൻ്റെ കോട്ടയെ തകർക്കണമെങ്കിൽ, ശത്രുവിനെ തകർക്കണമെങ്കിൽ നിങ്ങൾ ആർപ്പിട്ടാൽ ശത്രുവിൻ്റെ കോട്ടയെ തകർക്കുവാൻ സാധിക്കും. അപ്പോൾ ശത്രുവിൻ്റെ കോട്ടയെ തകർക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മുടെ അകത്തൊരു ശക്തി ഉണ്ടെങ്കിൽ ഇതെല്ലാം നടക്കത്തുള്ളൂ. ശക്തി വിളിക്കുമ്പോൾ എന്തുണ്ടായിരിക്കണം? നമ്മുടെ അകത്തൊരല്പം ദൈവശക്തി ഉണ്ടെങ്കിലേ ദൈവം പ്രവർത്തിക്കത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ ഒച്ചത്തിൽ വിളിച്ചാൽ ശത്രുവിനെ തകർക്കുന്ന ഒരു ദിവസമാക്കി ദൈവം മാറ്റും. നിങ്ങളുടെ ഉള്ളിൽ വ്യാപരിക്കുന്ന ദുഷ്ടശക്തികൾ, അന്ധകാര ശക്തികൾ, അത് നമ്മിൽ നിന്ന് വിട്ടുപോകും. നമ്മെ അവിടെ അടുക്കുവാൻ അത് ഭയപ്പെടും. കാരണം എന്താണ്? നമ്മുടെ അകത്ത് വ്യാപരിക്കുന്ന ഒരു ശക്തി നാം അറിയുന്നില്ല. ഒന്ന് മനസ്സിലാക്കണം, നമ്മുടെ അകത്തുള്ള ശക്തി നമുക്കറിയാൻ വേണ്ടി പറ്റുന്നില്ല. എന്നാൽ ഈ ദുഷ്ടശക്തികൾക്ക് അറിയാം. ഒരിക്കൽ ഒരു പാമ്പ് എന്നെ കണ്ടിട്ട് ജീവനും കൊണ്ട് ഓടിയാണ്. അപ്രതീക്ഷിതമായിട്ട് ഇങ്ങനെ വന്നതാണ്. എന്നെ കണ്ടത് തന്നെ ഉണ്ട്, അത് പ്രാണനും കൊണ്ട് ഓടിയാണ്. അപ്പം നമ്മുടെ അകത്തിരിക്കുന്ന ശക്തി ആർക്കറിയാം? ദുഷ്ടനറിയാം.
നാം അറിയുന്നില്ലെങ്കിലും നമ്മുടെ അകത്തിരിക്കുന്ന ശക്തി ദുഷ്ടനറിയാം. അതുകൊണ്ട് പ്രിയ സഹോദരിമാരെ, നിങ്ങൾ കർത്താവിൻ്റെ വേല ചെയ്യുന്നവരാണ്, നിങ്ങളുടെ അകത്തൊരു ശക്തിയുണ്ട്. ഈ ശക്തിയുടെ മുമ്പിൽ ഒരന്ധകാര ശക്തിക്ക് നിൽക്കാൻ വേണ്ടി പറ്റത്തില്ല. ആ ശക്തികൾ നിങ്ങളെ കണ്ട് പേടിച്ചോടും. ഓടുവോ? അല്ലെങ്കിൽ പിന്നെ യേശുക്രിസ്തു എന്താ പറഞ്ഞത്? പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു, ഒന്നും നിങ്ങൾക്ക് ഒരിക്കലും ദോഷം വരുത്തുകയില്ല. അപ്പം ഒന്നും ഒരിക്കലും ദോഷം വരുത്തുകയില്ല. അപ്പം നമുക്ക് എന്ത് അധികാരമുണ്ട്? പാമ്പുകളെ, തേളുകളെ, ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ അധികാരമുണ്ട്. ആർക്കൈ അധികാരം കൊടുത്ത? സുവിശേഷ വേല ചെയ്യുന്ന, സുവിശേഷ പ്രവർത്തനം ചെയ്യുന്ന അവർക്ക് ഈ അധികാരമുണ്ട്. ശിഷ്യന്മാരോട് പറഞ്ഞു, നോക്ക്, ഭൂതങ്ങളും ഞങ്ങൾക്ക് കീഴടങ്ങുന്നെന്ന് പറഞ്ഞ് വേണേശ്വരന്ന് സാത്താൻ മിന്നൽ പോലെ വീഴുന്നത് ഞാൻ കാണുന്നു. സാത്താൻ മിന്നൽ പോലെ വീഴുന്നത് ഞാൻ കാണുന്നു. അപ്പോഴെന്താ പറയുന്നത്? പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു, ഒന്നും ഒരിക്കലും നിങ്ങൾക്കൊരു ദോഷം വരുത്തുകയില്ല, വരുത്താൻ പറ്റത്തില്ല. പ്രിയ ദൈവദാസന്മാരെ, ഒരു ദുഷ്ടശക്തിക്കും നമുക്ക് ദോഷം വരുത്തുവാൻ സാധിക്കത്തില്ല. പിന്നെ അത് നമ്മെ പേടിപ്പിക്കും. നാം പേടിക്കാൻ വേണ്ടി പാടില്ല. പേടിച്ചാൽ പോയി ഇത് പേടിപ്പിച്ചിട്ടാണ് നമ്മുടെ അകത്തോട്ട് ഇങ്ങോട്ട് വരുന്നത്. അപ്പൊ എന്ത് ചെയ്യാൻ വേണ്ടി പാടില്ല? പേടിക്കാൻ വേണ്ടി പാടില്ല. അപ്പൊ യേശു ക്രിസ്തു എന്താ പറഞ്ഞത്? ദൈവം എന്താ പറഞ്ഞത്? നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. എൻ്റെ നീതിയുള്ള വലങ്കരം കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. ആരാ പറഞ്ഞിരിക്കുന്നത്? അഖിലാണ്ടത്തിന്റെ ഉടയ തമ്പുരാൻ, പ്രപഞ്ചത്തിന്റെ സൃഷ്ടികർത്താവ്, സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും പേർ ചൊല്ലി വിളിക്കുന്ന മഹാദൈവം പറയുകയാണ്, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോടുകൂടെ ഉണ്ടെന്ന്. ആ മഹാദൈവം പകൽക്കാലം നിങ്ങളോട് പറയുകയാണ്, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോടുകൂടിയുണ്ട്. ആ 41:8 വായിച്ച്. യെശയ്യാ 41:8. ഇത് മാറ്റണ്ട, ഇത് കളയണ്ട, ഇതിലൊരു വാക്യം കൂടി ഉണ്ട്. നീയോ എന്റെ ദാസനായ ഇസ്രായേലേ, ഞാൻ തിരഞ്ഞെടുത്ത യാക്കോബേ, എന്റെ സ്നേഹിതനായ അബ്രഹാമിന്റെ സന്തതിയെ, നീ എന്റെ ദാസൻ.